നിങ്ങൾ ലാലേട്ടൻ ഫാൻ ആണെങ്കിൽ ഉറപ്പായിട്ടും കൈയടിക്കാനുള്ള ഒരുപാട് മൊമെന്റ്സ് ഈ സിനിമയിലുണ്ട്. മസ്റ്റായിട്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യാം. അതിനെപ്പറ്റിയൊന്നും കൂടുതലായിട്ട് പറയുന്നത് ലാലേട്ടൻ പൊളിച്ചു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് വില്ലനെയാണ്. ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. ഒരു നല്ലൊരു ഫാമിലി മൂവിയാണ്. സൂപ്പർ അടിപൊളി, ഒന്നും പറയാനില്ല. തുടരും എന്ന സിനിമ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെയും അതിനെതിരെ കാരണം തെറ്റുകൾ ചെയ്യുന്ന പലരും ശിക്ഷിക്കപ്പെടുന്നില്ല. ശോഭന മാമും ലാലേട്ടനുമായിട്ട് പഴയ നൊസ്റ്റാൾജിയ ഫീൽ അങ്ങനെ ഒരു തുടക്കത്തിൽ അങ്ങനെയൊക്കെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതൊക്കെ അടിപൊളി സിനിമയായിരുന്നു. നല്ല സിനിമ. ലാലേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ശോഭന മാമുമായിട്ടുള്ള കോംബോ. നിങ്ങൾ ലാലേട്ടൻ ഫാൻ ആണെങ്കിൽ ഉറപ്പായിട്ടും കൈയടിക്കാനുള്ള ഒരുപാട് മൊമെന്റ്സ് ഈ സിനിമയിലുണ്ട്. മസ്റ്റായിട്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യാം. വില്ലനും അടിപൊളിയാണ്. നല്ല ഡയറക്ഷൻ, എല്ലാം കൊണ്ടും അടിപൊളി സിനിമ. കിടിലം ഒരു രക്ഷയില്ല. നല്ല പടം. എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റും. ഫാമിലിക്ക് ഫുള്ള് നല്ല രീതിയിൽ കാണാൻ പറ്റും. മോഹൻലാൽ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. കിടിലം പടം. കൊള്ളാം, നല്ല സിനിമ, അടിപൊളി. മോഹൻലാൽ അങ്ങ് തകർത്താടി. കൊള്ളാം, നല്ല സിനിമ, കാണേണ്ട സിനിമയാണ്. മോഹൻലാലിൻ്റെ ഒരു പഴയ മോഹൻലാലിനെ കാണാൻ പറ്റിയോ? അതിനെപ്പറ്റിയൊന്നും കൂടുതലായിട്ട് പറയുന്നത് അടിപൊളി സൂപ്പർ, ഒന്നും പറയാനില്ല. ലാലേട്ടൻ പൊളിച്ചു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് വില്ലനെയാണ്. സൂപ്പറായിട്ടുണ്ടായിരുന്നു. നല്ല പടമായിരുന്നു. പഴയ ലാലേട്ടൻ്റെ ആ ഒരു മാസൊക്കെ ഉണ്ട്. പിന്നെ തീമാണെങ്കിൽ നല്ല തീമാണ്, ഫാമിലിക്ക് ഇഷ്ടപ്പെടും. എല്ലാം ഉണ്ടായിരുന്നു. സൂപ്പർ മൂവി, നല്ലതായിരുന്നു. ഹീസ് ബാക്ക്. അടിപൊളി പടം. കുറേ നാളിന് ശേഷം കണ്ടിരിക്കുക. പിന്നെ കഥയുടെ പുതുമയൊന്നുമല്ല, പക്ഷേ എടുത്തു വെച്ചേക്കുന്ന രീതി കിടുവായിട്ടുണ്ട്. സൂപ്പർ പടം, മസ്റ്റ് വാച്ച് തിയേറ്റർ. അടിപൊളി പടം. അടിപൊളി, ഒന്നും പറയാനില്ല. സൂപ്പർ. ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. ഒരു നല്ലൊരു ഫാമിലി മൂവിയാണ്. സൂപ്പർ അടിപൊളി, ഒന്നും പറയാനില്ല. എന്ന് വെച്ചാൽ ഓരോ സീനും നമുക്ക് ഇമോഷണലി ആണെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ പിടിച്ചിരുത്തും. ഒന്നും പറയാനില്ല. സൂപ്പർ അടിപൊളി, കിട്ടില്ല, ഒന്നും പറയാനില്ല. അടിപൊളി. തുടരും എന്ന സിനിമ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെയും അതിനെതിരെ കാരണം തെറ്റുകൾ ചെയ്യുന്ന പലരും ശിക്ഷിക്കപ്പെടുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഇന്ന് വരുന്ന തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. ആ കുട്ടികൾ ഇത് കണ്ട് മനസ്സിലാക്കട്ടെ. മോഹൻലാൽ അടിപൊളിയായിരുന്നു. അടിപൊളി മൂവിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഫാമിലി മൂവിയാണ്. മസ്റ്റ് വാച്ചാണ്. എല്ലാവരും പോയി കാണണം. നല്ല സിനിമയായിരുന്നു. ലാലേട്ടൻ അടിപൊളിയായിരുന്നു. നമുക്ക് കുറേ നാൾക്ക് ശേഷം ലാലേട്ടൻ്റെ ഒരു അടിപൊളി മൂവി കണ്ട ഒരു ആവേശത്തോടെ കാണാൻ പറ്റിയ ഒരു ഫിലിമായിരുന്നു. ശോഭന മാമും ലാലേട്ടനുമായിട്ട് പഴയ നൊസ്റ്റാൾജിയ ഫീൽ അങ്ങനെ ഒരു തുടക്കത്തിൽ അങ്ങനെയൊക്കെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. വില്ലൻ അടിപൊളിയായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. മസ്റ്റ് വാച്ചാണ്. നല്ല മൂവിയായിരുന്നു. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നമുക്ക് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. പിന്നെ ഒപ്പം ദൃശ്യം അതേപോലത്തെ കുറേ സീൻസ് നമുക്ക് ഓർമ്മ വരും. ആ ഫൈറ്റ് സീൻസും പിന്നെ സ്റ്റേഷനിലെ സീനും. പിന്നെ അത്യാവശ്യം നല്ല മൂവി ഓവറോൾ. എനിക്കിഷ്ടമായി. അടിപൊളി ഫിലിം. ലാലേട്ടൻ അടിപൊളി. ലാലേട്ടൻ ഇങ്ങനെയാണ് എനിക്കിഷ്ടം. ഇല്ലല്ല, അങ്ങനത്തെ നമുക്ക് ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ അടിപൊളി ഫിലിമായിരുന്നു. എൻ്റെ മൂഡ് ഇങ്ങനെ തന്നെയായിരുന്നില്ല. ഫിലിം കണ്ടപ്പോൾ ഞാൻ ഓണായി. നല്ല ഫിലിം. അടിപൊളിയായിരുന്നു. സോ ഗുഡ്. കുറേ നാളായി ഇങ്ങനെ ഒരു ലാലേട്ടൻ പടം കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഇപ്പോൾ എമ്പുരാനായാലും മുമ്പിറങ്ങിയ പടങ്ങളെന്ന് വെച്ച് നോക്കുമ്പം ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന പടം ഇതായിരുന്നു. നല്ല മൂവിയായിരുന്നു. നല്ലതായിരുന്നു. ശരിക്കും ലാലേട്ടൻ ഇതിൽ കാണുമ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളി ലാലേട്ടനാണ്. കുഴപ്പമില്ല.